18 സെപ്റ്റംബർ 24 രാത്രി 10:30 11:00 സ്വർണം ബാലുവിന്റെ വണ്ടി കയറിയെന്ന് എന്നോട് പറഞ്ഞേക്കണ ആളുണ്ട്. ആ ആളാരാന്ന് ഞാൻ CBIയോട് പറഞ്ഞിട്ട് അതിന് അന്വേഷണം ഉണ്ടായില്ല. അത് നിങ്ങൾ ആരും വിചാരിക്കുന്ന ഒരു ജ്വല്ലറി ഉടമയല്ല അയാൾ. ഇന്നിപ്പോൾ ഈ ജ്വല്ലറി ഉടമേനെ നമ്മൾ സംരക്ഷിച്ചു എന്ന് ആരും പറയണ്ട. ഞാനല്ല സംരക്ഷിക്കണേ, ഇവിടുത്തെ നിയമമാണ് അയാൾ സംരക്ഷിക്കണേ. അത് പുറത്തു വരും. എന്നെ ബ്രെയിൻ മാപ്പ് ചെയ്യാൻ എന്താണ് ആർക്കാ തടസ്സം? എനിക്ക് തടസ്സമില്ലെങ്കിൽ പിന്നെ ആർക്കാണ് തടസ്സം? ഞാൻ പറയാൻ ബാക്കി വെച്ചേക്കണ കാര്യമുണ്ട്. അതൊരു വണ്ടി കിടന്ന ആൾക്കാരെ ഇടിക്കുന്ന കണ്ടുകൊണ്ട് മാത്രമല്ല എന്ന് നിങ്ങൾ ഓർത്താൽ മതി. ഇവരെക്കാട്ടും ഭേദം ലോക്കൽ പോലീസ് തന്നെയാണോ? ലോക്കൽ പോലീസ് തന്നെയാണ്. ഇനി ഒരു ആക്സിഡന്റ് എന്ന് പറഞ്ഞാൽ ആരും എഴുതി തലേരാ മുഖത്തടിക്കും. അല്ല, അത്രയും വരെ എത്തിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ലേ? എന്നെ കൊണ്ട് മാത്രമേ പറ്റുള്ളൂ. അത് പല വ്യാകരണങ്ങൾ കൊടുക്കല്ലേ. 6 വർഷം ഇതിന് പുറകെ നിന്ന് കഷ്ടപ്പെട്ട ഒരാളാണ് ഞാൻ. വെറുതെ നിങ്ങൾ അങ്ങനെ എന്നെ ഇൻസൾട്ട് ചെയ്തു എന്ന് വെച്ചിട്ട് ഞാൻ തളരുമൊന്നുമില്ല. നിങ്ങൾ ഇതിനെ സപ്പോർട്ട് ചെയ്തെന്ന കേസ് ചെയ്യിക്കും. വിശ്വാസം അനുസരിച്ച് ഈ പറഞ്ഞ 2025 ഒക്ടോബർ 2 ബാലു മരിച്ചിട്ട് 7 വർഷമാണ്. അതിനു മുമ്പ് തെളിയുന്ന സിനിമ സ്വപ്നം കാണുന്നവർക്ക് ചാവറ ഫിലിം സ്കൂൾ, കൊച്ചി. ചേട്ടൻ്റെ ഇൻ്റർവ്യൂസ് കാണുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്ന, ചേട്ടൻ എപ്പോഴും പറയുന്നത് ഇതിൻ്റെ ഒരു ക്ലൈമാക്സ് എന്ന് പറഞ്ഞാൽ എനിക്കിതൊരു ക്രിമിനൽ കേസ് ആക്കി ആണെന്ന് എനിക്ക് പ്രൂവ് ചെയ്യണം. പക്ഷെ ഒരിക്കലും ഒരു ഓഡിയൻ എന്ന നിലയിൽ അല്ലെങ്കിൽ ഒരു ആരാധകൻ എന്ന നിലയിൽ ഞങ്ങൾ നോക്കുമ്പോൾ അത് തെളിയണമെന്നാണ്, കേസ് തെളിയണമെന്നാണ്. കാര്യം എന്ന് പറഞ്ഞ് ക്രിമിനൽ കേസാണ് തെളിയണം. അത് തന്നെ ഇല്ല എൻ്റെ ഉത്തരം. അല്ല, ഞാൻ അതൊക്കെ എന്ത് മണ്ട ചോദ്യങ്ങൾ ഇവർ ചോദിക്കണമെന്ന് എനിക്ക് മനസ്സിലായില്ല. ഒരു കേസിൽ ക്രൈം നടന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അതിൻ്റെ പിന്നിലെ ആൾക്കാരുണ്ട്, ഇല്ലേ? ഇപ്പം നിങ്ങളൊരു ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറാണ്. നിങ്ങൾ പറയണം ഇന്നൊരു കാര്യത്തിൽ ക്രൈം നടന്നിട്ടുണ്ടെന്ന് നിങ്ങൾ പറയുന്നു. ക്രൈം നടന്നിട്ടുണ്ടെന്ന് പറയണമെങ്കിൽ അതിൻ്റെ പിന്നിൽ കുറേ കാര്യങ്ങളുണ്ടെന്നല്ലേ നിങ്ങൾക്ക് മനസ്സിലാവണേ. ആരാന്ന് അപ്പം നിങ്ങൾക്ക് അറിയാൻ പാടില്ലേ? പറയാൻ പാടില്ലേ? അവരിലേക്ക് എത്താൻ പറ്റുമെന്ന് ഞാനല്ലോ പറയേണ്ടത്. അതിൻ്റെ ഉത്തരം അതിൻ്റെ അകത്തുണ്ട്. അതൊക്കെ എന്തിനാ ഇങ്ങനെ വളച്ചു കെട്ടി പറഞ്ഞതെന്ന് എനിക്ക് അറിയാൻ പാടില്ല. അത് കുറേ ആൾക്കാർ ഇപ്പം എടുത്ത് ഇങ്ങനെ റെഡ് ഫ്ലാഗ് ആയിട്ട് ഇപ്പം കാണിക്കുന്നുണ്ട്. നമ്മൾ 6 വർഷമായിട്ട് ചുവന്ന ഫ്ലാഗിൽ തന്നെ നിൽക്കുന്ന ആളാണ്. ഇപ്പോഴാണ് ഒന്നൊക്കെ കൊടി താന്നത്. ഈ 6 വർഷമായിട്ടും എൻ്റെ അടുത്ത് ചുവന്ന കൊടിയായിരുന്നു പൊങ്ങിയെന്നായിരുന്നു. അർജുനെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് കൊടിയൊന്ന് താന്നത്. അത് വെള്ളക്കൊടി ഞാൻ പൊക്കിക്കോളാം, വേറെ പേടിക്കൊന്നും വേണ്ട. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇടയ്ക്ക് ഒരു സ്വർണ്ണ കേസിൽ പിടികൂടെ ചെയ്തു. അതെ, സെയിം കേസ്. അതില് ഇത് കാർ അപകടം, അത് ബൈക്കിൽ പോയ ആള്. അത്ര വ്യത്യാസമുള്ളൂ. സെയിം പാറ്റേൺ തന്നെയാണ്. അതിന് അവർ പറയണ്ടല്ലോ. പോലീസുകാരുണ്ട് 2.5 വർഷത്തെ ഇവരുടെ ഒരു പ്ലാനിങ് ആണ് ഇത് ചെയ്തത്. അല്ല, ഈ പറഞ്ഞ അപകടം ഉണ്ടാക്കിയത്, ഈ പെരിന്തൽമണ്ണയിലുണ്ടായ അപകടം ഉണ്ടാക്കി. അപ്പൊ അതേമാതിരി തന്നെ ആയിരിക്കുമല്ലോ ഇതിനകത്ത് അവർ പ്ലാൻ ചെയ്ത് വെച്ചിരുന്നത്. ഈ ബാലഭാസ്കർ കേസ് എവിടെ തൊട്ടാലും പ്രശ്നങ്ങളാണ്. എവിടെ കേട്ടാലും ഈ പറഞ്ഞ കൂട്ട് നമ്മൾ ഒരു ചോദിച്ചു. ഇപ്പം മാഷ് കരുതി വെച്ചതിനേക്കാളും കൂടുതൽ സംശയം ഇപ്പം ഞാൻ ഇന്റർവ്യൂ കഴിയുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാവും ഓരോ കാര്യങ്ങൾക്ക്. അങ്ങനെയാണ് ഞാൻ അന്വേഷിച്ച് ചെല്ലുമ്പോഴും ഉണ്ടാവുന്നത്. സത്യസന്ധമായിട്ടുള്ള ഒരാൾ ജോർജ് ജോസഫ് സാർ പറഞ്ഞു, എന്നോട് ആരോ ചോദിച്ചു ഈ കേസ് തെളിയുന്ന വിശ്വാസം ഉണ്ടെന്ന്. പുള്ളി ആദ്യം ഇല്ലയെന്ന് പറഞ്ഞു. എന്തുകൊണ്ടാണെന്ന് വെച്ചപ്പോൾ സാറ് പറഞ്ഞത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഉദ്യോഗസ്ഥൻ തെളിയിക്കണം എന്നുള്ളൊരു ഉദ്യോഗസ്ഥൻ വന്ന കേസ് തെളിയുന്ന പുള്ളി പറഞ്ഞത്. അതല്ലാണ്ട് വേറെ ഒന്നുമല്ല പുള്ളി പറഞ്ഞത്. അങ്ങനെ പറഞ്ഞിട്ട് CBI പറ്റി പുള്ളിയും പറയുന്നുണ്ട്. ഈ അടുത്ത് വന്നൊരു ഇന്റർവ്യൂവിൽ ജോർജ് സാർ പറയുന്നുണ്ട്, അത് ഞാനായിട്ട് പറയുന്നില്ല. പക്ഷെ അതൊരു ശരിക്കും പറഞ്ഞ ഒരു സാധാരണക്കാരൻ നിലയിൽ ഞങ്ങൾക്കൊക്കെ അതൊരു പേടിപ്പിക്കുന്ന കാര്യമാണ്. എന്തുകൊണ്ട് ഇവർ ചെയ്യുന്നില്ല? അവർ അല്ലെങ്കിൽ ഇവരെക്കാട്ടും ഭേദം ലോക്കൽ പോലീസ് തന്നെയാണോ? ലോക്കൽ പോലീസ് തന്നെയാണ്. ഇത് ഞാൻ അറിഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ ആറ്റിങ്ങൽ CI കേസായിട്ട് തെളിയിക്കണ ഘട്ടം വന്നപ്പോഴാണ് എന്തൊക്കെ പറഞ്ഞ് ക്രൈംബ്രാഞ്ചിലേക്ക് പോയത്. ക്രൈംബ്രാഞ്ച് ഒറ്റ ലൈനിൽ വെക്കുന്ന കേസ് അവസാനിപ്പിച്ചു. ആ അന്വേഷക ഹരീഷൻ സാറ് മരണപ്പെട്ടു. ട്രെയിൻ ഇടിച്ചാന്ന് പറയുന്നു. ചിലരുടെ ആത്മഹത്യ എന്ന് പറഞ്ഞു, ചിലരുടെ കൊലപാതകമെന്ന് പറഞ്ഞു. അതിനെക്കുറിച്ചൊന്നും ഒരു കാര്യം, അദ്ദേഹം റിട്ടയർ ആയിരുന്നു ആ സമയത്ത്. അതൊക്കെ അങ്ങനെ ഒരു ദുരൂഹതയായിട്ട് അങ്ങനെ പല കാര്യങ്ങളും ഇതിനെ ചുറ്റിപ്പറ്റി നിൽക്കുന്നുണ്ട്. അപ്പോൾ ആ ദുരൂഹതകളൊക്കെ മാറ്റി കേരളത്തിൻ്റെ ജനങ്ങളിലേക്ക് വെക്കണമെങ്കിൽ 2 മാർഗ്ഗമുള്ളൂ. ഒന്നല്ലേ CBIയുടെ നല്ലൊരു അന്വേഷണ യൂണിറ്റ് വന്നു. കോടതി നല്ല സപ്പോർട്ടാണ്. കോടതി ഇതിൽ ക്രൈം നടന്നിട്ടുണ്ടെന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ബെച്ചുകുര്യൻ സാറ് ഇതിൽ ക്രൈം നടന്നിട്ടുണ്ടെന്ന് പറയാതെ പറഞ്ഞിട്ടുണ്ട് ഉത്തരവിൽ. അങ്ങനെയാണ് പുനരന്വേഷണം ഇപ്പം നടക്കുന്നത്. ഒന്നല്ലെങ്കിൽ നല്ലൊരു അന്വേഷണ ഏജൻസി ഒന്ന് നിൽക്കാം, അല്ലെങ്കിൽ എന്നെ ബ്രെയിൻ മാപ്പ് ചെയ്യണം. എന്നെ ബ്രെയിൻ മാപ്പ് ചെയ്യാൻ എന്താണ് ആർക്കാ തടസ്സം? എനിക്കറിയാൻ പറ്റില്ല ആർക്കാ തടസ്സം. എനിക്ക് തടസ്സമില്ലെങ്കിൽ പിന്നെ ആർക്കാണ് തടസ്സം? അത് പക്ഷെ നടക്കും എന്ന് പറഞ്ഞാൽ ഞാൻ നടത്തും. അതൊരു വാശിയാണ്. വാശിയല്ല, അത് ഇത്രയും നാളത്തെ ഇതിനൊരു അവസാനം വേണ്ടേ? 6 വർഷം എന്ന് പറയുമ്പോൾ 6 വയസ്സ് എനിക്ക് കൂടി. അന്ന് 51 വയസ്സ്, അപ്പം 57 വയസ്സായി. അപ്പം നടന്നു. ഇനിയും പ്രായം കൂടുന്തോറും നമുക്ക് ഈ പറഞ്ഞ കൂട്ടി ഇതിലേക്ക് ശക്തമായിട്ട് വരാനുള്ള ആ സ്പീഡ് ചിലപ്പോൾ കുറയാം മനുഷ്യന് പ്രായമായി വരുമ്പോഴത്തേനും. പക്ഷേ ഈ കേസിൽ അത് ഉണ്ടാവില്ല കേട്ടോ. എൻ്റെ പ്രായം എന്നെ ബാധിപ്പിക്കില്ല ഈ കേസിന് മുന്നോട്ടേക്ക് പോകാനായിട്ട്. ഉറപ്പാണത്. കാരണം നമുക്ക്
നമുക്ക് അഭയ കേസ് അങ്ങനെ ഉൾപ്പെടെ കുറെ കേസുകൾ എടുക്കാം. തെളിയിച്ച് വരുമ്പോഴത്തേന് 28 വർഷം അല്ലെങ്കിൽ അതാ പറഞ്ഞ അപ്പൊ ആ കേസ് തെളിയണമെന്ന് ആഗ്രഹിച്ചിരുന്നവർ പലരും ഈ ലോകത്തൊന്നും മടങ്ങി 28 വർഷത്തിന്റെ ഇടയ്ക്ക്. അതാണ് പ്രശ്നം. അപ്പൊ കേസ് ഇങ്ങനെ അഭയ കേസ് ശിക്ഷിച്ചു എന്ന് പറയുമ്പോൾ അന്ന് ഒരു വയസ്സുള്ള കുട്ടി 28 വയസ്സിൽ വായിക്കുമ്പോൾ ഇത് എന്നാന്നാ ചോദിക്കണത്. സീരിയസ്നെസ് ഉണ്ടാവില്ല. അതിനൊരു ആവശ്യം. ബാലഭാസ്കർ കേസ് കുറച്ചുകൂടി യങ്ങായിട്ട് നിൽക്കുന്ന ഒരു സംഭവമാണ്. അപ്പൊ അതുകൊണ്ട് അതിനൊരു സംഭവം ഉണ്ടാവും. ഉറപ്പ്. ഇടയ്ക്ക് ഒരു സ്വർണ്ണക്കടക്കാരനെ പറ്റി പറയുന്നുണ്ട്. ആള് മോശകരമായിട്ടല്ല പറയുന്നത്, നല്ല രീതിയിലാണ് പറയുന്നത്. പക്ഷെ ഇതിപ്പോ ഈ കേസ് അന്വേഷിച്ച് വരുമ്പോൾ ഇത് ശരിക്കും ഒരു ഗോൾഡ് എവിടെയൊക്കെ ട്രാവൽ ചെയ്യുന്നതാണ്, ഗോൾഡിന്റെ സ്വർണ്ണക്കടത്തൊക്കെയാണ്. അതിനെ പറ്റി ചേട്ടൻ എന്താണ് പറയാനുള്ളത്? സ്വർണ്ണക്കടത്തുകാരനെ ഞാൻ എന്തോ വിശുദ്ധനാക്കി പറഞ്ഞു എന്നാ എല്ലാവരും പറയുന്നത്. അല്ല, ഞാൻ അറിയാത്ത ഒരാളെ എന്തിനാ ഞാൻ കുറ്റം പറയണേ? കേരളത്തിലെ ഏതെങ്കിലും ജുവലറിക്കാർ ക്രിമിനൽസ് ആണെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? നിങ്ങളുടെ അറിവിൽ കേട്ടിട്ടുണ്ടോ? ഞാൻ ഒരു ചോദ്യമാണ് ചോദിക്കണം. കാരണം ചെറിയതല്ല, നമ്മളൊരു ഇതിന് മുകളിൽ നിൽക്കുന്ന ഒരാൾ പോലും ഇതിൻ്റെ അകത്ത് ക്രിമിനലാണെന്ന് ഇന്നേ വരെ ഒരു മീഡിയ കോടതിയോ പറഞ്ഞിട്ടില്ല. ഞാൻ എന്തിനാ ഇത് പറയണത്? ഞാനിത് കണ്ടിട്ടില്ല. അപ്പം അങ്ങനെയാണെങ്കിൽ ഞാൻ മമ്മൂട്ടിയുടെ ഒരു പടം, അതിൻ്റെ ക്ലിപ്പിങ് തരാം, നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഒന്ന് ഇട്ട് കൊടുക്കും, ജനം കേൾക്കട്ടെ. പുത്തൻ പടം എന്ന് പറഞ്ഞ സിനിമയുണ്ട്. അതിൻ്റെ അകത്ത് നിത്യാനന്ദ ഷേണായി എന്നാണ് മമ്മൂട്ടിയുടെ പേര്. അപ്പോൾ മമ്മൂട്ടി സാറ് അതിൻ്റെ അകത്ത് പുള്ളിക്ക് കിട്ടാനുള്ള പണം മേടിക്കാനായിട്ട് വന്നുണ്ട് ഈ സായി കുമാറിൻ്റെ അടുത്ത്. വന്ന് ചോദിക്കുന്നതിൻ്റെ ഇടയ്ക്ക് മാമ്മൂക്കയും വേറെ കുറേ ടീമുകളൊക്കെ ഉണ്ട്. വന്ന് ചോദിക്കുന്നതിൻ്റെ ഇടയ്ക്ക് സ്പിരിറ്റ് വെച്ച് ഈ ചോദിച്ചു വരുമ്പോൾ തോക്ക് എടുത്തിട്ട് പുള്ളിയുടെ കൂടെയുള്ള ഒരാൾ ഈ സായി കുമാർ സാറിൻ്റെ വായിൽ ഇങ്ങനെ തോക്ക് ഇങ്ങനെ വെക്കുന്നുണ്ട്. അതിന് മമ്മൂട്ടി അതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേനും വെടിപൊട്ടി ഇയാൾ മരിച്ചു. സായിമാർ മരിച്ചു വീഴുക. അപ്പം മമ്മൂട്ടി ഞെട്ടിയിട്ട് നിന്നോട് ആരാടെ വെടിവെക്കാൻ പറഞ്ഞെന്ന് വെച്ചപ്പോൾ ഇയാൾ പറഞ്ഞ് ഞെങ്ങിപ്പോയി സാറേ എന്നാണ് പറഞ്ഞത്. അപ്പം മമ്മൂട്ടി പറഞ്ഞിട്ടല്ല അത് ചെയ്യണത്. അവസാനം മമ്മൂട്ടി ഇവരെ രക്ഷിക്കുക അതിൻ്റെ അകത്ത്. അത് അയാളുടെ ജോലിക്കാരനായതുകൊണ്ട്. പിന്നെ സ്വർണ്ണക്കടത്ത് എന്ന് പറഞ്ഞ സാധനം ഇപ്പോൾ എയർപോർട്ടിൽ സ്വർണ്ണം കൊണ്ട് വന്നവരെ പിടിച്ചാൽ അതിൻ്റെ ടാക്സി ആയിട്ട് അവർക്ക് ഇറങ്ങിപ്പോവാം. അതിൽ കുറ്റമൊന്നുമില്ല. ഒരാളെ കൊല്ലണോ ഒരു കൊച്ചിനെ പീഡിപ്പിക്കണോ അതിൽ സ്വർണ്ണം അല്ല ഈ രാജ്യരക്ഷയായിട്ട് ബന്ധപ്പെട്ട ഈ ഡ്രഗ്സോ അങ്ങനെ കൊണ്ടുവരുന്ന മാതിരി ഉള്ളതല്ല. അതൊക്കെ വെച്ചാൽ ജയിലിലേക്കാണ് പോകണത്. ശിക്ഷ കിട്ടും പയ്യറി. സ്വർണ്ണത്തിന് അങ്ങനത്തെ ഒരു പ്രശ്നമില്ല. പിന്നെ എന്താ നമ്മൾ ക്രിമിനൽ എന്ന് പറഞ്ഞാൽ എന്തിനാ? പക്ഷേ അയാൾക്ക് ഇതിൻ്റെ അകത്ത് ആരാണ് ചെയ്തതെന്ന് അറിയാം. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ സ്വർണ്ണക്കടയുടെ ഉടമയുണ്ടെന്ന് പറഞ്ഞപ്പോൾ ജനത്തിന് പലരെയും സംശയമായില്ല. ഇപ്പം ആ ഒരു സാധനം അങ്ങനെ നിന്നോട്ടെ എന്ന് ഓർത്തോണ്ട. കാരണം വെച്ച് കഴിഞ്ഞാൽ അത് തെളിഞ്ഞാലും പുള്ളിയുടെ ആൾക്കാരെ രക്ഷിക്കാൻ നോക്കി. പുള്ളിക്ക് കിട്ടാനുള്ള സാധനമായിരിക്കും അതിൻ്റെ അകത്ത് വന്നത്. അത് ആരെങ്കിലും പൊട്ടിച്ചുകൊണ്ട് പോകാൻ ഇതിനകത്ത് ഗോൾഡ് ഉണ്ടെന്ന് അറിഞ്ഞിട്ട് ആരെങ്കിലും അതിന് ചാലക്കുടി നമ്മുടെ കൊടകര പാലത്തിൻ്റെ അടിയിൽ നിന്ന് സ്വർണം കയറ്റിന്ന്, അതായത് 2018 സെപ്റ്റംബർ 24 രാത്രി 10:30 11:00 സ്വർണം ബാലുവിൻ്റെ വണ്ടി കയറിയെന്ന് എന്നോട് പറഞ്ഞേക്കണ ആളുണ്ട്. ഇടയ്ക്കിടയ്ക്ക് വണ്ടി നിർത്തുന്നു. സ്വർണം കയറിയെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ആ ആളാരാന്ന് ഞാൻ CBIയോട് പറഞ്ഞിട്ട് അതിന് അന്വേഷണം ഉണ്ടായില്ല. അപ്പോൾ ഈ സ്വർണം ഇതിനകത്ത് കയറിയെന്ന് ഓർത്തുകൊണ്ട് ആരെങ്കിലും അതിൽ നിന്ന് സ്വർണം പൊട്ടിച്ചുകൊണ്ട് പോകാനായിട്ട് വന്നവരായിരിക്കും ആക്രമിക്കപ്പെട്ടത്. അപ്പോൾ സ്വർണ്ണക്കടയുടെ ഉടമസ്ഥനാണ് ഇവർ ഇത് കഴിഞ്ഞിട്ട് രക്ഷപ്പെടുത്തിക്കൊണ്ട് പോകുന്നത്. അപ്പോൾ പുള്ളിയുടെ ആൾക്കാരായിരിക്കും അത്. എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷേ കൊലപാതകത്തിലൊന്നും അത് യാദൃശ്യമായിട്ട് ഉണ്ടായതായിരിക്കും എന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ അയാൾ എന്തിനാണ് ഞാൻ കുറ്റപ്പെടുത്തുന്നത്? എനിക്ക് കുറ്റപ്പെടുത്തണം. അത് ആളാരാന്ന് ഞാൻ പറയേണ്ടവരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ ബ്രെയിൻ മാപ്പിക്ക് പറഞ്ഞോളാം. അതിന് കുഴപ്പമൊന്നുമില്ല. എനിക്ക് യാതൊരു ബന്ധവുമില്ല അങ്ങേരായിട്ട്, ഒരു ബന്ധവുമില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മളറിയാത്തൊരു കഥ. എന്നോട് ഈ ഒരു കാര്യം വേറൊരാളാണ് എന്നോട് പറഞ്ഞത്. അത് വിശ്വസനീയമായ കേന്ദ്രത്തിൽ നിന്നാണ് പറഞ്ഞത്. അപ്പോൾ ആ ഒരു കഥ ചിലപ്പോൾ സത്യമായിരിക്കും. നമ്മൾ ഈ അന്വേഷിച്ച് പോകുമ്പോൾ നോക്കുമ്പോൾ എല്ലായിടത്തും നമ്മൾ ഈ കേസ് തെളിയുന്ന ഓർത്തു എന്നോടത്ത് മുഴുവൻ. പക്ഷേ ചേട്ടാ, ഈ പറയുന്ന എല്ലാത്തിനും അന്വേഷിച്ച് പോവുകയാണെങ്കിൽ അടിപൊളിയാണ്. അന്വേഷിച്ച് പോകേണ്ടത് ആരാണ്? ഞാനാണോ? അതെ, CBI തന്നെയാണ്. ഞാനാണോ അന്വേഷിച്ചത്? ഞാൻ അന്വേഷിച്ച് പോയി കണ്ടെത്താവുന്ന കുറേ കാര്യങ്ങൾ. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു, ഈ ജ്വല്ലറി ഉടമേനെ കുറിച്ച് ഞാൻ പറഞ്ഞു, അത് നിങ്ങൾ ആരും വിചാരിക്കുന്ന ഒരു ജ്വല്ലറി ഉടമയല്ല അയാളും അല്ല. പക്ഷെ സ്വർണം ചിലപ്പോൾ അയാളുടെ ആയിരിക്കും. ഇത് പുള്ളിയുടെ പിള്ളേരായിരിക്കും ചിലപ്പോൾ ഇതിന്റെ പിന്നിൽ. അത് എന്തെങ്കിലും ആയിരിക്കും. എന്ന് വെച്ചാൽ പുള്ളി വിശുദ്ധൻ എന്നല്ല ഞാൻ പറഞ്ഞത്. ഇപ്പം നിലവിലെ കണ്ടീഷനിലാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ അത് തെളിയിക്കേണ്ടത് CBI തെളിയിച്ചിട്ട് പറഞ്ഞിട്ട് ഇയാളാണ് ഇത് കൊല ചെയ്തതെന്ന് പറഞ്ഞിട്ട് എൻ്റെ ആവശ്യം ഒരു ജ്വല്ലറി ഉടമ ഇതിന്റെ പിന്നിലുണ്ടായിരുന്നു എന്ന് ജനത്തിനെ ബോധ്യപ്പെടുത്തേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. അത് ഇതുവരെ ഞാൻ ചെയ്തു, കറക്റ്റ് ആക്കേണ്ടത്. അത് ആരായിരുന്നു എന്നുള്ളത് ഞാൻ പറയാണ്ടിരിക്കണില്ല. ഇന്നിപ്പോൾ ഈ ജ്വല്ലറി ഉടമേനെ നമ്മൾ സംരക്ഷിച്ചു എന്ന് ആരും പറയണ്ട. ഞാനല്ല സംരക്ഷിക്കണേ, ഇവിടുത്തെ നിയമമാണ് അയാൾ സംരക്ഷിക്കണേ. അത് പുറത്തു വരും. ചേട്ടൻ ഇനി എന്തായിരിക്കും അടുത്ത ഘട്ടം ഇതിന്റെ എന്താകുമെന്നാണ് തോന്നുന്നത്? കാരണം നമ്മൾ ആദ്യം കേട്ടിരുന്നത് ഇതൊരു ആക്സിഡന്റ് ആണ്. നമുക്കൊക്കെ ഭയങ്കര വിഷമമുണ്ടായ മൈൻഡ് എല്ലാത്തിനും പോയി. ആ മൈൻഡ് പൊട്ടിപ്പോയി. ഇനി ഒരു ആക്സിഡന്റ് എന്ന് പറഞ്ഞാൽ ആരും എഴുതി തലേരാ മുഖത്തടിക്കും. അതെ, കാരണം ആ ഒരു സ്റ്റേജ് ഒക്കെ മാറി. അത്രയും വരെ എത്തിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ലേ? എന്നെ കൊണ്ട് മാത്രമേ പറ്റുള്ളൂ. അത് അതിന് വേറെ ബാക്കി ഈ ബാലുവിന്റെ അച്ഛനും അമ്മയും പ്രിയൊക്കെ നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു. പക്ഷെ ജനങ്ങളിലേക്ക് ഇതൊരു ആക്സിഡന്റ് അല്ല, ഇതൊരു അറ്റംപ്റ്റ് ആയിരുന്നു എന്ന് തെളിയിക്കാൻ എന്നെ കൊണ്ട് മാത്രമേ പറ്റിയത്. അപ്പൊ അത് ബാക്കി ഞാൻ പറഞ്ഞില്ല. ഇപ്പോഴും ഇന്നാള് ഏതോ ഒരു ഇന്റർവ്യൂവിൽ ചോദിക്കേണ്ടത്, സോബി ഇങ്ങനെ ഓരോ ദിവസം ഓരോ കാര്യങ്ങളാണ് പറഞ്ഞു വരുന്നത്. ആ ഓരോ കാര്യങ്ങളും മണ്ടത്തരം കാര്യങ്ങളല്ല ഞാൻ പറഞ്ഞു വന്നത്.
എല്ലാം കൂടി പറയാനില്ല. അപ്പോൾ ഇപ്പോഴും ഞാൻ പറയേണ്ട കുറച്ച് കാര്യങ്ങൾ മാറ്റി വെച്ചിട്ടുണ്ട്, അത് ഞാൻ പറയാം. അതെന്താന്നുള്ള കാര്യം പറയേണ്ടവരുടെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, അറിയേണ്ടവരുടെ അടുത്ത് ഞാൻ അറിയിച്ചിട്ടുണ്ട്. മാതാപിതാക്കളുടെ അടുത്തും എൻ്റെ വക്കീലിൻ്റെ അടുത്തും കർത്താസാറിൻ്റെ അടുത്തും ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത്രേ എനിക്കിപ്പോൾ പറയേണ്ട കാര്യമുള്ളൂ. ബാക്കി ഒന്നല്ലെങ്കിൽ ബ്രെയിൻ മാപ്പിംഗ് പറയാം, അല്ലെങ്കിൽ കോടതി രഹസ്യമൊഴി എടുക്കട്ടെ. ഇതിനും ഞങ്ങൾ ശ്രമിച്ചാണ്. ഈ ക്രൈംബ്രാഞ്ച് ഇരിക്കുമ്പോൾ കോടതിയിൽ എൻ്റെ 164 അങ്ങനെ എന്താ വകുപ്പിൻ്റെ പേര്, എൻ്റെ രഹസ്യമൊഴി എടുക്കാൻ അതിനും ഇവർ സമ്മതിച്ചില്ല. അതും വേണ്ടാന്ന് ഇവർ പറഞ്ഞു. അപ്പം നമ്മൾ എന്തെങ്കിലും ഇത് തെളിയിക്കേണ്ടതിലേക്ക് എത്തേണ്ട ഒരു കാര്യം വന്നു കഴിഞ്ഞാൽ ഇവര് ഇതിന് സമ്മതിക്കില്ല. ആ സമയത്താണ് നമ്മൾ ഈ ബ്രെയിൻ മാപ്പിങ്ങിനെ കുറിച്ച് ചിന്തിക്കാതിരുന്ന ഒരു സമയത്താണ് നമ്മൾ സിനിമ ചെയ്യാന്ന് ഓർത്ത്. അങ്ങനെ CBI കോർട്ട് ഡയറി എന്ന് പറഞ്ഞിട്ട് സിനിമ ഞങ്ങൾ ഇപ്പൊ ചെയ്യുന്നുണ്ട്. ഈ കഥയെ ബേസ് ചെയ്തൊരു ഇതല്ലേ? ഈ കഥ ബേസ് അല്ല. ഈ 2018 സെപ്റ്റംബർ 24 രാത്രി ഞാൻ അവിടെ വന്ന് കിടക്കുന്നത്. 24 രാത്രി തൊട്ട് ഈ സിനിമ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയം വരെയുള്ള കാര്യങ്ങൾ കഥയായിട്ട് വരും. നമ്മളെ സൂപ്പർ സംവിധാനമാണ് നമ്മുടെ സംവിധാനം. ഞാൻ അതിലൊരു നായികനെ നമ്മൾ തിരഞ്ഞു വന്നിട്ട് ആവണില്ല നമ്മുടെ ഒപ്പം നിന്ന് അഭിനയിക്കാൻ. അപ്പം ഇത് കേൾക്കണ ആരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ നമ്പർ ഇതിനകത്ത് പറഞ്ഞേക്കാം, 9846055905, അല്ലെങ്കിൽ കലാഭവൻ സോബി എന്നുള്ള ഫേസ്ബുക്കിൽ കയറിയാലും എൻ്റെ നമ്പർ കിട്ടും. കിട്ടിയാൽ നമ്മൾ അഭിനയിച്ച് ആക്ടേഴ്സിനെ നമ്മൾ എടുക്കണില്ല, പുതുമുഖത്തെ. അപ്പോൾ അഭിനയിച്ച് പരിചയമുള്ളവർ വേണമെന്നൊന്നും ഇല്ല. സ്ലിമ്മായിട്ട് നമ്മുടെ ഒപ്പം ജോഡി നിൽക്കാൻ പാകത്തിനുള്ള ആരുണ്ടെങ്കിലും, ഒരു 25-35 വയസ്സ് പ്രായം തോന്നിക്കുന്ന ആരുണ്ടെങ്കിലും ഞാൻ എടുക്കും. അതിൻ്റെ വർക്കുകൾ ഇപ്പോൾ ഏകദേശം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പടം നല്ല സ്പീഡിൽ വരും. എനിക്ക് ഈ സിനിമയുടെ കാര്യം പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് നമ്മുടെ അഫയ കേസ് തന്നെയാണ് വീണ്ടും തിരിച്ച്. കാരണം 28 വർഷം എടുത്തെങ്കിൽ അതിനൊക്കെ ഒരുപാട് നാൾക്ക് മുമ്പ് ഇതൊരു സിനിമയായി ആൾക്കാരിലേക്ക് എത്തി. ആൾക്കാർക്കൊക്കെ അറിയാം, ജനത്തിന് അറിയാം ഇവിടെ എന്താ നടന്നത്. പക്ഷെ ഇത് പ്രൂവ് ചെയ്ത് വന്നപ്പം അതിന് വർഷങ്ങൾക്ക് മുമ്പ് സിനിമ ഇറങ്ങി. അതെ, ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ്. അല്ല, ഇതിൻ്റെ അകത്ത് നമ്മൾ ഒരു മാക്സിമം ഉപയോഗിക്കാവുന്ന ഒരു പേര്, ആ പേര് തന്നെ നമ്മൾ ഉപയോഗിക്കേണ്ടത്, നിയമ തടസ്സം ഇല്ലാണ്ട്. എന്നിട്ട് ഞാൻ അതിൻ്റെ അകത്ത് വേഷം ചെയ്യേണ്ട കലാഭവൻ സോബി എന്നുള്ള. അപ്പം ഞാൻ ഡയറക്റ്റ് ചെയ്യുന്ന സാറിനോട്, സാറേ എനിക്ക് അഭിനയം പറ്റിയ ഒരു പണിയല്ലാട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ വേറെ ആക്ടറെ വെച്ചിട്ട് കലാഭവൻ സോബി ആ കഥാപാത്രത്തിന് പേര് കൊടുത്താൽ മതിയെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു ഈ കേസിന് ആൾക്കാർക്ക് സ്പിരിറ്റ് ഉണ്ടാവണമെങ്കിൽ സോബി ഇതേമാതിരി തന്നെ അഭിനയിക്കണം. അപ്പം ഞാൻ ഒരു കണ്ടീഷൻ പറഞ്ഞു, നായികനെ ഞാൻ തന്നെ തരും. അപ്പോൾ അതിനെ കാരണം എന്ന് ചോദിച്ചു. ഇഷ്ടംമാതിരി ആൾക്കാർ വരും, ഈ പടം ജനം കാണുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഫീൽഡിലുള്ള ആൾക്കാർ വരും, അവർ നന്നായിട്ട് അഭിനയിച്ചു പോകുന്നു. ഞാൻ പറഞ്ഞു അവർ വരും, നന്നായിട്ട് അഭിനയിച്ചു പോകും, പക്ഷെ ഞാൻ അഭിനയിക്കില്ല. അപ്പോൾ പുതിയ ആൾക്കാരാണെങ്കിൽ സാറ് കോംപ്രമൈസ് ചെയ്യുമല്ലോ തെറ്റുമ്പോൾ. അപ്പോൾ അതുകൊണ്ടാണെന്ന് പറഞ്ഞിട്ട് അതുകൊണ്ടാണ് ഇപ്പോൾ ഈ നായകനെ അന്വേഷിക്കുന്നത്. ഞാൻ ഇത് പ്രൊസീഡിങ്സിൽ എന്തായിരിക്കും ഇനി ഒരുപാട് താമസിക്കാതെ ഈ കേസ് തെളിയുമെന്ന് വിശ്വാസം? എൻ്റെ ഒരു വിശ്വാസം അനുസരിച്ച് ഈ പറഞ്ഞ 2025 ഒക്ടോബർ 2 ബാലു മരിച്ചിട്ട് 7 വർഷമാണ്. അതിനു മുമ്പ് തെളിയുന്ന അത് എന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും വിശ്വസിക്കാൻ പറ്റാത്തൊരു കാര്യമുണ്ട്. കാരണം ഇപ്പോൾ ചിലർ നമ്മളിത് പറയുമ്പോൾ നമ്മളെ എതിർക്കണവരുണ്ടാവും, കളിയാക്കണവരുണ്ടാവും, തമാശയായിട്ട് ചിന്തിക്കണവരുണ്ട്. എന്ന് വെച്ചാൽ ഒരു നമ്മുടെ ഭാരതീയ സംസ്കാരം അനുസരിച്ച് വെച്ചുള്ള ഇത് പറയുന്നതനുസരിച്ച് ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ 7 ദിവസം അയാൾ എവിടെയാണോ അവിടെ ഉണ്ടാവും എന്നാണ് പറഞ്ഞത്. ആ 7 ദിവസം. പിന്നെ 7 വർഷം അയാൾ ഭൂമിയിലുണ്ടാവും, അയാളുടെ ആത്മാവ് ഭൂമിയിലുണ്ടാവും എന്നാണ് പറയണത്. 7 വർഷം. 7 വർഷം കഴിഞ്ഞ് അയാൾ ഗന്ധർവനായിട്ട് മാറുമെന്നാണ് പറയണത്. നമുക്ക് അറിവുള്ളൂ, ഇങ്ങനെ പലരും പറയണത്. എനിക്ക് ചെറിയൊരു അനുഭവങ്ങളും ഉണ്ട്. അങ്ങനെ നിൽക്കുവാണെങ്കിൽ ബാലു മരിച്ചിട്ട് 7 വർഷം തികയണത് ഈ ഒക്ടോബർ 2 അതിന് മുമ്പായിട്ട് പുള്ളി എങ്ങനെയെങ്കിലും പുള്ളിയുടെ ആത്മാവ് ഇടേണ്ടി തെളിയിക്കുന്നതാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ഗന്ധർവന്മാരായിട്ട് പോകും. പിന്നെ നമ്മളെ പ്രാർത്ഥനയിലെ നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റുള്ളൂ എന്നാണ് പറഞ്ഞത് നമ്മുടെ അടുത്തേക്ക്. അപ്പം അതിനുള്ളിൽ ഈ സാധനത്തിന് എന്തെങ്കിലും ഒരു തുമ്പ്. അപ്പം ഞാനിപ്പോൾ എന്തെങ്കിലും ഒരു തുമ്പെന്ന് പറയുമ്പോഴത്തേനും ഇനി അതിൻ്റെ പുറകിൽ കമൻറ്റ് എഴുതണ്ട, അത് ആളെ പിടിക്കണം എന്നല്ലാന്ന്. എന്തെങ്കിലും ഒരു തുമ്പെന്ന് പറഞ്ഞാൽ കേസ് തീർന്നു അല്ലേ? എന്തെങ്കിലും ഒരു തുമ്പ് കിട്ടി, ഇതിൽ ക്രൈം നടന്നു എന്ന് പറഞ്ഞ കേസ് ജയിച്ചു എന്നാണ് അർത്ഥം. അതല്ലാണ്ട് നമുക്ക് ആൾക്കാരെ പിടിക്കണ്ടെന്നല്ല അർത്ഥം. അതിനിങ്ങനെ പല വ്യാകരണങ്ങൾ കൊടുക്കല്ലേ. 6 വർഷം ഇതിൻ്റെ പുറകെ നിന്ന് കഷ്ടപ്പെട്ട ഒരാളാണ് ഞാൻ. വെറുതെ നിങ്ങൾ അങ്ങനെ എന്നെ ഇൻസൾട്ട് ചെയ്തു എന്ന് വെച്ചിട്ട് ഞാൻ തളരുമൊന്നുമില്ല. നിങ്ങൾ ഇതിനെ സപ്പോർട്ട് ചെയ്തെന്ന കേസ് ജയിക്കും. ഇത്ര എനിക്ക് പറയാനുള്ളൂ. ഈ കേസ് ജയിക്കണമെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്തെന്ന കേസ് ജയിക്കും. 6 വർഷം സപ്പോർട്ട് ചെയ്യാണ്ട് ആൾക്കാർ നിന്നതാ, എന്നിട്ട് ഞാൻ പിടിച്ചു നിന്നതാട്ടോ. ഇപ്പം ഇങ്ങനെ ഒരു തുമ്പ് കിട്ടിയില്ലേ, അതേമാതിരി എന്തെങ്കിലും ഒരു തുമ്പ് കിട്ടി കേസ് നമ്മൾ ജയിക്കും ഉറപ്പായിട്ടും. അതൊരു സത്യസന്ധമായ കാര്യമാണ്. കാരണം തുടക്ക കാലഘട്ടത്തിലൊന്നും സൗബിച്ചേട്ടൻ ഈ സപ്പോർട്ട് ഇല്ലായിരുന്നു, ഒന്നും ഉണ്ടായില്ല. വർഷങ്ങൾ പിന്നിട്ട് സൗബിച്ചേട്ടൻ പറയുന്ന പല കാര്യങ്ങളും സത്യമാണെന്ന് ജനത്തിന് മനസ്സിലായി. പിന്നീട് വരുന്ന കാര്യത്തിലാണ് ഇപ്പം സൗബിച്ചേട്ടൻ വിശ്വാസമാണ്. അതെ അതെ അതെ. അപ്പൊ അതാ പറഞ്ഞത്, അത് ഞാൻ ആ വിശ്വാസം നഷ്ടപ്പെടുത്തില്ല, ഊട്ടി ഉറപ്പിക്കും. അതാണ് പറയുന്നത്. സിനിമയിലൂടെയും പറയും, ബ്രെയിൻ മാപ്പിങ്ങിലൂടെയും പറയും. അത് രണ്ടും നമുക്ക് ഇതിനകത്ത് ഫുൾ സ്റ്റോപ്പ് ഇടാൻ പറ്റും, ഈ രണ്ടിനും കൂടി. ചേട്ടൻ ഇനി എന്തെങ്കിലും പറയാനുണ്ടോ നമ്മുടെ അടുത്ത്? ഇല്ല, ജനങ്ങൾ ചെറിയ ചെറിയ കാര്യങ്ങൾ വെച്ചിട്ട് അതിനെ വ്യാഖ്യാനിക്കരുത്, ദൈവത്തെ ഓർത്ത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ക്രൈമാണ്. ബാലുവിൻ്റേത് ഒരു കൊലപാതകം തന്നെയാണ്. അതിലേക്ക് എത്തുമ്പോൾ അതിൻ്റെ ഭീകരത എത്രത്തോളം ഉണ്ടായിരുന്നു എന്ന് അതാ ഞാൻ പറഞ്ഞത്. നിങ്ങൾ ഇത്രയും മാത്രം ചിന്തിച്ചാൽ മതി. 6 വർഷമായിട്ട് ഞാൻ പറയണ്ടേ, ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ആസൂത്രിതമായ കൊലപാതകമായിരുന്നു ബാലുവിൻ്റേത്.
അതൊരു വണ്ടി കിടന്ന ആൾക്കാർക്ക് ഇടിക്കുന്ന കണ്ടുകൊണ്ട് മാത്രമല്ല എന്ന് നിങ്ങൾ ഓർത്താൽ മതി. കാരണം അതിൻ്റെ പിന്നാപ്പുറം പറയാതെ വെച്ചേക്കണ കുറേ കാര്യങ്ങളുണ്ട്. അതുണ്ട്, അത് ഞാൻ പറയാം. അപ്പം നിങ്ങൾ കുറച്ച് വെയിറ്റ് ചെയ്യുക. എന്തായാലും ഇത്ര 6 വർഷം നിന്നിട്ട് നിങ്ങളിപ്പോൾ എനിക്ക് സപ്പോർട്ട് ചെയ്യണില്ലേ, അത് മതി. നിങ്ങൾ ചെറിയ ചെറിയ കാര്യങ്ങൾ പറഞ്ഞിട്ട് അത് നെഗറ്റീവ് ആക്കാൻ നിൽക്കണ്ട. എൻ്റെ പിന്നിൽ ചുമന്ന കൊടി താത്തി ഞാൻ വെള്ളക്കൊടി ആക്കിക്കോളാം. അല്ല, അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം പല യൂട്യൂബേഴ്സും എടുത്തിട്ട് ഓരോ നോക്കിയിട്ട് ഇത്രയും പോരാടുന്ന ഒരാൾക്ക് വേണ്ടിയിട്ട് റെഡ് ഫ്ലാഗ് എന്ന് പറയുമ്പോൾ എവിടൊക്കെയോ ഒന്ന് കൊള്ളുന്നുണ്ട്. സംഭവം സത്യസന്ധമാണെങ്കിൽ തെളിയും. അത് കൊള്ളൂല, എനിക്ക് കൊള്ളൂല കേട്ടോ, എനിക്ക് കൊള്ളൂല. അത് ഞാൻ എന്ത് പറഞ്ഞു അതിനകത്ത് കൊള്ളില്ല എന്ന് പറഞ്ഞ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ 6 വർഷം ഞാൻ കൊണ്ടത് ഇതിനേക്കാളും വലിയ സംഭവങ്ങളാണ്. അല്ലേ? സപ്പോർട്ട് എന്ന് പറയുന്ന സാധനം തന്നെ ഇപ്പോഴാണ് വന്നു തുടങ്ങി. അത് തന്നെ, ഇതൊക്കെ ഇപ്പൊ വന്ന സാധനമല്ലേ. പിന്നെ എനിക്ക് എന്ത് കൊള്ളാനാ, ഞാൻ ഇതേമാതിരി തന്നെ നടക്കും. അതിൻ്റെ അകത്ത് ഞാനൊരു കമൻറ്റും എഴുതിയിട്ടിരുന്നു ഇതിൻ്റെ കാര്യങ്ങൾ. അത് വെറുതെ ഇട്ടല്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ അതിൻ്റെ സത്യാവസ്ഥ ഇതാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ഇൻ്റർവ്യൂ നടക്കുമ്പോൾ, അതുകൊണ്ടാണ് ഞാൻ ഇപ്പം ഇതിൻ്റെ അകത്ത് ഓപ്പണായിട്ട് പറഞ്ഞേക്കണേ, ഞാൻ പറയാൻ ബാക്കി വെച്ചേക്കണ കാര്യമുണ്ട്, സത്യമായിട്ടുമുണ്ട്. അതെന്തായിക്കോട്ടെ, അത് ഞാൻ പറയാം. കുറച്ച് വെയിറ്റ് ചെയ്യാം. ബ്രെയിൻ മാപ്പിംഗ് ഒന്നല്ലെങ്കിൽ നടക്കും, അല്ലെങ്കിൽ സിനിമയിലൂടെ പറയും. ഇതൊന്നും പറ്റിയില്ലെങ്കിൽ നമ്മൾ പബ്ലിക്കിൽ പറഞ്ഞാൽ പോരെ. ഈ രണ്ടെണ്ണത്തിൽ ബ്രെയിൻ മാപ്പിംഗ് ആണ് ഏറ്റവും നല്ല വിശ്വസനീയമായ സിനിമ എന്ന് പറഞ്ഞൊരു കഥയാണ്. ബ്രെയിൻ മാപ്പിംഗ് എന്ന് പറയുന്ന ഒരു ലൈവിൽ കാണുന്നതാണ്, ഒരു നിയമപരമായിട്ട് അംഗീകാരമുള്ളൊരു സംഭവമാണ്. അപ്പോൾ അതിന് തന്നെയാണ് നമ്മൾ ഇപ്പം ബ്രെയിൻ മാപ്പിംഗ് നടന്നാലും സിനിമ വരും കേട്ടോ. സിനിമ എന്തായാലും നമ്മളിപ്പോൾ ഫെബ്രുവരി തൊട്ട് അതിൻ്റെ നായിക ആയി കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും കൂടുതൽ പറയുന്ന ഒരു വാക്കാണ് ബ്രെയിൻ മാപ്പിംഗ്. കാരണം അതൊരു കോൺഫിഡൻസ് ആണ്. അത് ഇപ്പൊ ഞാനിനി റെഡ് ഫ്ലാഗ് ഗ്രീൻ ഫ്ലാഗ് വെച്ച് നോക്കിയാലും അല്ലാതെ ഒരു മനുഷ്യൻ അവന്റെ ക്രെഡിബിലിറ്റി പോലും ചോദ്യം ചെയ്യുന്ന ഒരു സംഭവമാണെന്ന് നിങ്ങൾ ഓർക്കണം. ഞാൻ ഈ 57 വയസ്സിൻ്റെ അകത്ത് എന്തൊക്കെ പോക്കിരിത്തരം ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ വരും പുറത്ത്. അത് വന്നോട്ടെ എന്നാ ഞാൻ പറഞ്ഞത്. അത് വന്നോട്ടെ. അത് വന്ന് ഇവിടെ നിൽക്കുമ്പോഴും ഈ പറഞ്ഞ സ്ഥലം വരുമ്പോഴത്തേനും ക്ലിയർ ആയില്ലേ. നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ പോന്നു കഴിഞ്ഞിട്ട് ഇവിടെ വന്ന് ഇവിടുന്ന് പോകുന്നു. ഇവിടെയാണ് ബാലുവിന്റെ അപകടം നടക്കുന്നത്. ഇവിടുന്ന് പോകുന്നു ഇവിടം വരെ എനിക്ക് നെഗറ്റീവ് നടന്നോട്ടെ, ഇവിടുന്ന് കൂടെ പോസിറ്റീവ് ആവും. അപ്പോഴും എൻ്റെ ക്രെഡിബിലിറ്റിനെ പോലും ഞാൻ മാറ്റി വെച്ചിട്ടാണ് ഞാനിത് സംസാരിക്കണമെന്ന് നിങ്ങൾ കരുതണം. അതുകൊണ്ട് ഈ കൊടി പൊക്കിയൊന്നും എന്നെ പേടിപ്പിക്കണ്ട. എനിക്കത് പ്രശ്നമില്ല. ഇനി എത്ര കൊടി പൊങ്ങിയാലും ചുമപ്പിന് മുകളിൽ വേറെ എന്തെങ്കിലും കളർ ഉണ്ടെങ്കിലും എനിക്ക് ഇനി ചുമപ്പിന് മുകളിൽ അവർക്ക് പൊക്കാൻ പറ്റിയ ഒറ്റ ഒരു കൊടിയുള്ളൂ, കറുത്ത കൊടി മാത്രമേ ഉള്ളൂ. അത് പൊങ്ങാതിരിക്കാൻ ഞാൻ മാക്സിമം ശ്രമിക്കുന്നുണ്ട്, നോക്കണുണ്ട്. പോരാടട്ടെ എന്ന് വീണ്ടും പറയുന്നത്. ഇനിയൊരു ആ പോരാട്ടത്തിൽ ഞങ്ങൾക്ക് ഒരു അവസാനം ഒരു ഉത്തരം കിട്ടട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. കാരണം ഞങ്ങൾ അത്രയും ഫാനാണ്, ബാലഭാസ്കർ എന്ന വയലിനിസ്റ്റിന്റെ ഫാനാണ്. ഞാൻ വിജയിച്ച് ചർച്ചയ്ക്ക് വരും. അതെ, വിജയശ്രീലാൽ ഇതിനായിട്ട് വരും എന്ന് പറയണല്ലേ, വരണം ചേട്ടാ. കാരണം അത് തെളിയിക്കുക എന്നുള്ളത് ഓരോ ആൾക്കാരുടെ ഇപ്പം ആവശ്യമാണ്. കാരണം ഇത് ചേട്ടൻ പറയുന്നത് ഇത്രയും വലിയൊരു ക്രിമിനൽ കേസ് ആണെങ്കിൽ അതെ അതാ പറഞ്ഞത്. അതിന് എഴുതി ചെറിയ ചെറിയ കമൻറ്റുകൾ എഴുതി മറ്റ് യൂട്യൂബേഴ്സൊക്കെ ചുമ്മാ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ എടുത്ത് നേരത്തെ കുടുംബ വഴക്കാക്കാനായിരുന്നു അവർ നോക്കേണ്ടത്. അപ്പോൾ അത് വിട്ടു. കുടുംബ വഴക്കിൻ്റെ ഇപ്പം എനിക്ക് എന്തെങ്കിലും ചെറിയ പ്രശ്നമുണ്ട്, എന്ത് പ്രശ്നം ഉണ്ടായിക്കട്ടെ, എനിക്ക് എന്ത് പ്രശ്നം ഉണ്ടായാലും എനിക്ക് കുഴപ്പമില്ല. പക്ഷേ ഞാൻ കണ്ടത് സത്യമുള്ള കാര്യമാണ്. ആ കാര്യം ഞാൻ തെളിയിക്കും. ആ കാര്യം തെളിഞ്ഞു വരുമ്പോൾ ഈ പറഞ്ഞമാതിരി ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ആസൂത്രിതമായ കൊലപാതകമാണെന്ന് ഇത് ഞാൻ 6 വർഷമായിട്ട് പറയണമെങ്കിൽ എൻ്റെ മനസ്സിൽ എന്തെങ്കിലും ഇപ്പോഴും നിങ്ങളോട് പറയാൻ ബാക്കി വെച്ചേക്കുന്ന ഒരു സംഭവമുണ്ട്. അത് നമുക്ക് തെളിയിക്കാം. തീർച്ചയായിട്ടും തെളിയിക്കട്ടെ തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹം. ഓക്കെ, ചേട്ടൻ്റെ അടുത്ത് ഒരു സെക്ഷനൊക്കെ ചെയ്യാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്. സിനിമ സ്വപ്നം കാണുന്നവർക്ക് ചാവറ ഫിലിം സ്കൂൾ, കൊച്ചി.